ഗുഡ് ഈവനിങ് ചിറ്റൂർ. എല്ലാവർക്കും സുഖമല്ലേ? ആണോ? ഓക്കെ. ഇവിടെ വേദിയിൽ സന്നിധിരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഇവിടെ കൂടി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു നല്ല കൈയ്യടി കൊടുക്കാം നമുക്ക്. താങ്ക് യു. അതുപോലെ തന്നെ ഇവിടെ അവാർഡ് സ്വീകരിക്കാനായി എത്തുന്ന എല്ലാവർക്കും നിങ്ങൾ ഇതുപോലെ കയ്യടികൾ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നെക്സ്റ്റ്, ദാസ് തൊടുപുഴ മെമ്മോറിയൽ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഷെഹൻഷാ ക്ലബിൻ്റെ തുടക്കം മുതൽ നമ്മൾക്കൊപ്പം ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഒരു താങ്ങായും തണലായും നിന്ന ദാസേട്ടൻ, ഇടുക്കിയും തൊടുപുഴയും കേന്ദ്രീകരിച്ച് സിനിമ ചിത്രീകരണത്തിന് തുടക്കം ഇട്ട ദാസേട്ടൻ 200-ലധികം സിനിമ ഷൂട്ടിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളറുമായും ലൊക്കേഷൻ മാനേജറുമായും സിനിമയിൽ സഹകരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ ദാസ് തൊടുപുഴ മെമ്മോറിയൽ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡുകളും ക്യാഷ് അവാർഡുകളും ആണ് ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഈ അവാർഡുകൾ സമ്മാനിക്കുന്നതിനായി ദാസേട്ടൻ്റെ സഹോദരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. ആദ്യമായി മികച്ച അച്ചടി മാധ്യമ ലേഖകനുള്ള പുരസ്കാരമാണ് നൽകുന്നത്. അതിന് അർഹനായിട്ടുള്ളത് മംഗളം ദിനപത്രത്തിലെ ശ്രീ വിനോദ് കണ്ണോളിയാണ്. കാട്ടാന ആക്രമണത്തിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഇടുക്കിയിലെ മലയോര ജനതയുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള അധികൃതരുടെ കണ്ണു തുറക്കാൻ ഇനി എത്ര ജീവൻ പൊലിയണം എന്ന വാർത്തയ്ക്കാണ് ശ്രീ വിനോദ് കണ്ണോളി അർഹനായത്. ശ്രീ വിനോദ് കണ്ണോളി അവരെ പുരസ്കാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. രണ്ടാമത്തെ അവാർഡ് മികച്ച അച്ചടി മാധ്യമ ഫോട്ടോഗ്രാഫറിനുള്ള പുരസ്കാരമാണ് നൽകുന്നത്. ഈ അവാർഡിന് അർഹനായിട്ടുള്ളത് മലയാള മനോരമയിലെ ശ്രീ റെജു അർണോൾഡ് ആണ്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന തകർത്ത ഷെഡിനുള്ളിൽ തണുപ്പിനെ പ്രതിരോധിക്കാനായി വാടകയ്ക്ക് വാങ്ങിയ ടെന്റിനുള്ളിൽ കഴിയുന്ന 69-കാരനായ തോമസിൻ്റെയും ഭാര്യയുടെയും ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ച ഒപ്പിയെടുത്ത ചിത്രമാണിത്. മലയാള മനോരമയിലുമേ ശ്രീ റെജു അർണോൾഡിനെ പുരസ്കാരത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സോ മച്ച്. നെക്സ്റ്റ്, മികച്ച ദൃശ്യമാധ്യമ ക്യാമറമാനിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രീ അനീഷ് ടോം എന്നാണ്. കെട്ടിടം കട്ടപ്പുറത്ത് എന്ന പരമ്പരയിലെ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിലെ കെടുകാര്യസ്ഥത പ്രേക്ഷകന്റെ മുന്നിൽ അവതരിപ്പിച്ചതിനാണ് ശ്രീ അനീഷ് ടോമിൻ്റെ ദൃശ്യങ്ങൾ അവാർഡിന് അർഹനായിട്ടുള്ളത്. ശ്രീ അനീഷ് ടോമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവസാനമായി മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള അവാർഡാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലെ ശ്രീ സന്ദീപ് രാജക്കാടാണ്. കള്ളക്കുട്ടിക്കുടി എന്ന ആദിവാസി കോളനിയിലെ ദുരിത ജീവിതവും
കോളനിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതിൻ്റെ ഭീകരാവസ്ഥയും വിവരിക്കുന്ന റിപ്പോർട്ടിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ശ്രീ സന്ദീപ് രാജക്കാടിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. അവാർഡ് ദാന ചടങ്ങിന് നന്ദി പറയുന്നതിനായി ദാസേട്ടൻ്റെ സഹോദരൻ ശ്രീ സോമദാസിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഷഗൻഷാ ആർട്സ് ക്ലബിൻ്റെ 32ാമത് വാർഷിക ആഘോഷം ഈ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതിൽ ചെറിയ തോതിലെങ്കിലും അതിൻ്റെ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനത്തോടെ ആണ് ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ സഹോദരൻ സുഗുണദാസ്, അതാണ് പേര്. എല്ലാവരും ദാസേട്ടൻ എന്ന് വിളിക്കും. ദാസ് തൊടുപുഴ എന്ന പേരിൽ സിനിമാ മേഖലയിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ശ്രീ TR ഇവിടെ സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ക്ലബ്ബ് തീരുമാനിച്ചതിൽ ഈ നാടിനും വ്യക്തിപരമായി ഞങ്ങൾ കുടുംബക്കാർക്കും ഏറെ അഭിമാനമുള്ള കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് ഇറങ്ങുകയും നാടകാഭിനയ രംഗത്തിലൂടെ ആ മേഖലയിൽ വളർന്നു വരികയും ചെയ്ത ഒരു കലാകാരനായിരുന്നു ദാസ് തൊടുപുഴ. സ്വന്തമായി നാടകം രചിച്ച് അത് വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏതാനും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ സജീവമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ശേഷമാണ് അദ്ദേഹം ഏതാണ്ട് 2 വർഷം മുമ്പ് അന്തരിക്കുന്നതിന് മുമ്പായി 3 പതിറ്റാണ്ടോളം കാലം സിനിമാ മേഖലയിൽ എത്തപ്പെട്ടത്. പ്രൊഡക്ഷൻ കൺട്രോളറായും ലൊക്കേഷൻ മാനേജരായും നിറഞ്ഞു നിന്ന അദ്ദേഹം ഏതാണ്ട് 200-ൽ അധികം സിനിമകൾക്ക് ഇടുക്കി ജില്ലയുടെ പ്രകൃതി ഭംഗിയെ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ സിനിമാക്കാർക്ക് പരിചയപ്പെടുത്തുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ വലിയ പ്രയത്നം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യത്തെ ലൊക്കേഷൻ കണ്ടെത്തിക്കൊണ്ട് വിനയൻ സാറിനെ ഈ മേഖലയിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നീടുള്ള ചരിത്രമൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. രോഗബാധിതനായി 7 മാസത്തോളം കിടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുകളെ വിളിച്ച് ലൊക്കേഷൻ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി ജാഗരൂകരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈയിടെ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്ന ഈ മാധ്യമ അവാർഡുകൾ തീർച്ചയായും അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാധ്യമരംഗത്ത് ഇന്ന് വളരെ വിപുലമായ ശൃംഖലകളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും ചാനലുകളും ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ തീർച്ചയായും ഏതൊരു വാർത്തയും പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും സർവ്വദേശീയ തലത്തിലും ഉണ്ടായാൽ ഏറ്റവും വേഗം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു മത്സരം തന്നെ ഇന്ന് ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അത്തരം മത്സരങ്ങൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ വാർത്തകളുടെ ശരികളിൽ നിന്നും തിരിഞ്ഞു പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ഒരു വർത്തമാനകാല മാധ്യമ സംസ്കാരത്തിൽ നിന്നും ഇടയിൽ നിന്നാണ് ഇന്ന് നമ്മൾ വളരെ മികച്ച നമ്മുടെ ജില്ലയിലെ പത്രമാധ്യമ ദൃശ്യമാധ്യമ രംഗത്തെ ഫോട്ടോഗ്രാഫർമാരെയും റിപ്പോർട്ടർമാരെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീ വിനോദ് കണ്ണോളി അച്ചടി മാധ്യമ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ലേഖനത്തിന് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്. അദ്ദേഹത്തിന് എന്നെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകനാണ് എന്നതുകൊണ്ട് വ്യക്തിപരമായി കൂടി ഞാൻ അതിനെ അല്പം അഹങ്കാരത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ലേഖനം നമുക്കറിയാം, ഈ ആനയുടെ മാത്രം പ്രശ്നമല്ല,
വന്യമൃഗങ്ങൾ ഇന്ന് നാടിൻ്റെ കൊച്ചു പട്ടണങ്ങളിൽ പോലും ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ ഭീതിയോടെ ആശങ്കയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കാലിക പ്രശ്നത്തെ വളരെ കൃത്യതയോടെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം വന്നിട്ടുള്ളത്. ആ ലേഖനം തീർച്ചയായും അദ്ദേഹത്തിന് അവാർഡിന് അർഹനാണ് എന്ന കാര്യത്തിൽ രണ്ടാമതൊരു ചർച്ചയുടെ ആവശ്യം പോലുമില്ല. അത്തരത്തിൽ വളരെ ബൃഹത്തായ ഒരു ലേഖനമാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. മംഗളം പത്രത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തതിനും അവാർഡ് സ്വീകരിച്ചതിനും ഈ അവാർഡ് ഏർപ്പെടുത്തിയ ക്ലബിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തത് അച്ചടി മാധ്യമ രംഗത്തെ ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡാണ്. ഇടുക്കി ചിന്നക്കനാലിൽ, അതും ഈ കാട്ടാനയുമായി ബന്ധപ്പെട്ട ഒരു വളരെ ദുഃഖകരമായ ഒരു ദൃശ്യം പകർത്തിത്തന്ന റിജു അർണോൾഡ്, അദ്ദേഹത്തിന് ഈ ക്ലബിൻ്റെ പേരിലും ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി പറയുന്നു. അച്ചടി മാധ്യമ രംഗത്തെ രണ്ടാമത്തെ അവാർഡ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആദിവാസി കുടിലുകളിലെ ജീവിത ദുരിതങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് ചെയ്ത സന്ദീപ് രാജാക്കാട്, മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ട് കരസ്ഥമാക്കിയ ആ സുഹൃത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ക്ലബിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമ രംഗത്തെ ഫോട്ടോഗ്രാഫർ അനീഷ് ടോം, വികസനത്തിൻ്റെ പേരിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ ഈ നാട്ടിലും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പൊള്ളത്തരങ്ങൾ കൂടി തുറന്നു കാട്ടുന്ന ഒരു ദൃശ്യമാണ് അദ്ദേഹം കെട്ടിടം കട്ടപ്പുറത്ത് എന്ന ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ആ ദൃശ്യത്തിലൂടെ കേരള ജനതയെ തുറന്നു കാട്ടിയത്, മനസ്സിലെത്തിച്ചത്. അദ്ദേഹത്തിനും ഈ അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് കൃത്യമായ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.